കടലിൽ കണ്ടെയ്നർ മറിഞ്ഞ പ്ലാസ്റ്റിക് കുമിഞ്ഞുകൂടിയതോടെ പ്രതിസന്ധിയിലായി സംസ്ഥാനത്തെ ടൂറിസം മേഖലയും. ഒപ്പം വ്യാജ പ്രചരണങ്ങൾ കൂടിയായതോടെ കോവളത്തെ റെസ്റ്റോറന്റ് ഉടമകൾക്കും വരുമാനത്തിൽ വലിയ നഷ്ടമാണ് ഉണ്ടായത്. കണ്ടെയ്നർ മറിഞ്ഞതോടെ മത്സ്യത്തൊഴിലാളികൾക്കൊപ്പം സംസ്ഥാനത്തെ ടൂറിസം മേഖലയും വലിയ പ്രതിസന്ധിയാണ് നേരിടുന്നത്. കോവളം തീരത്ത് കുമിഞ്ഞുകൂടിയ പ്ലാസ്റ്റിക്കും ഒപ്പം സമൂഹ മാധ്യമങ്ങളിൽ നടക്കുന്ന പല വ്യാജ പ്രചരണങ്ങളും ടൂറിസം മേഖലയെ വലിയ രീതിയിൽ ബാധിച്ചിട്ടുണ്ട്. കടലിൽ നിന്നുള്ള മത്സ്യം കഴിക്കുന്നത് കൊണ്ട് ക്യാൻസർ പോലുള്ള രോഗങ്ങൾ വരുമെന്ന പ്രചരണങ്ങൾ മൂലം കോവളത്തെ റെസ്റ്റോറന്റുകളിൽ പലതും ആളുകൾ കയറാതെ ഒഴിഞ്ഞുകിടക്കുകയാണ്. ശരിക്കും ആൾക്കാർക്ക് ഒരു പേടിയായിട്ടുണ്ട്. പറഞ്ഞ പത്രങ്ങളിലും അങ്ങനെയൊക്കെ പറഞ്ഞ് പരത്തിയിട്ടുള്ളതുകൊണ്ട് ഒരു പേടി പോലെ ഉണ്ട്. ബീച്ചിലോട്ട് ഇപ്പോൾ ആരും ഇറങ്ങുന്നില്ല വലുതായിട്ട്. ഈ 2 ദിവസത്തിന് മുമ്പേ കുറച്ച് മാലിന്യങ്ങൾ ഇവിടെ നിന്ന് മാറ്റിയായിരുന്നു. സാധാരണ പ്ലാസ്റ്റിക് എല്ലാം സർക്കാരിൻ്റെ ആൾക്കാർ ഇവിടെ നിന്ന് മാറ്റുന്നുണ്ട്. പിന്നെ മത്സ്യം കഴിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഭീഷണി പോലെ ആൾക്കാരെ പേടിച്ച് കഴിക്കുന്നില്ല. കഴിക്കുന്നവരും ഉണ്ട്, നമ്മളൊക്കെ കഴിക്കുന്നുണ്ട്. നമ്മളിവിടെ ഫ്രഷ് മീൻ കിട്ടുന്നുണ്ട്, കഴിക്കുന്നുണ്ട്. പിന്നെ ഈ പ്ലാസ്റ്റിക് കഴിച്ച് ക്യാൻസർ എന്നൊക്കെ പറഞ്ഞ് പരത്തിയിട്ടുണ്ട് ആൾക്കാർ. ഡോക്ടർമാരൊക്കെ പറയുന്നത് വെച്ചാൽ ഒരു കുഴപ്പമില്ല, കഴിക്കാമെന്നാണ് പറയുന്നത്. ഇത് കൂടുതൽ അതായത് ബോയിലായി വേവിക്കുമ്പോൾ ആവിയാൽ ഇതിൻ്റെ വിഷാംശം ഉണ്ടെങ്കിൽ നഷ്ടപ്പെട്ടു പോകും എന്നാണ് പറയണത്. പിന്നെ ഈ ലോക്കൽ ഏരിയയിൽ നമ്മളെ ഹോസ്റ്റൽ ഏരിയയിൽ വരുമ്പോൾ യാതൊരു വിധ പ്രശ്നങ്ങളുമില്ല. അപ്പോൾ വെളിയിൽ നിന്ന് വരുന്ന ആൾക്കാർ എന്തൊക്കെ പറഞ്ഞ് പേടിപ്പിച്ചാണ് ആൾക്കാരും മീൻ കഴിക്കാൻ താല്പര്യമുള്ളവരുണ്ട്. സീസൺ അല്ലാത്തത് കൊണ്ട് തന്നെ വിനോദസഞ്ചാരികളിൽ വലിയ കുറവുണ്ട്. എത്തുന്നവരാകട്ടെ ഇത്തരം വ്യാജ പ്രചരണങ്ങൾ മൂലം റെസ്റ്റോറന്റുകളിൽ കയറാൻ വലിയ വിമുഖതയും കാണിക്കുന്നുണ്ട്. കണ്ടെയ്നറിൽ നിന്നും പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ തീരത്തടിഞ്ഞതോടെ മത്സ്യത്തൊഴിലാളികളെ പോലെ തന്നെ ഇവിടത്തെ ടൂറിസം മേഖലയും വലിയ പ്രതിസന്ധിയിലാണ്. അതിനോടൊപ്പം സോഷ്യൽ മീഡിയകളിൽ വരെ ഉയർന്നു പൊങ്ങുന്ന വ്യാജ പ്രചരണങ്ങൾ കൂടിയായതോടെ കോവളത്തെ പല റെസ്റ്റോറന്റുകളുടെയും വരുമാനം ഏകദേശം നിലച്ച മട്ടിലാണ്. ഈ പ്രതിസന്ധിക്ക് പരിഹാരമായാൽ മാത്രമേ ടൂറിസം മേഖലയും പുത്തനുണർവിലേക്ക് തിരിച്ചുവരൂ. ക്യാമറാമാൻ അനിലിനൊപ്പം ആതിര, അമൃത ന്യൂസ്, തിരുവനന്തപുരം.